മഴയാണ്. മഴയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ കടക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് റെഡ് അലേർട്ട് നിലനിൽക്കുന്ന 3 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും ഒപ്പം മൊത്തത്തിൽ എങ്ങനെയാണ് സംസ്ഥാനത്ത് ഈ മഴയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെയും നിലനിൽക്കുന്നത് എന്ന വിവരവുമായി തിരുവനന്തപുരത്ത് നിന്നടക്കം നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. സുലേഖ, ജോസിൽ, സുജു എല്ലാവരും തയ്യാറാണ്. സനോജും വൈകാതെ തന്നെ ഈ ടീമിനൊപ്പം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം നമ്മൾ സുലേഖയിലേക്കാണ് പോകുന്നത്. സുലേഖ, അതിശക്തമായ മഴ നിലനിൽക്കുന്നു, മണിക്കൂറുകളായി തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് രാത്രി വൈകിയൊക്കെ ശക്തമായ മഴയായിരുന്നു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടടക്കം രൂപപ്പെട്ട ഒരു സാഹചര്യമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴെന്താണ് അവസ്ഥ? സുലേഖ ഇപ്പോൾ എവിടെയാണുള്ളത്? ജില്ലയിൽ ഇന്നലെ രാത്രിയോടെ ഉണ്ടായത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും പുലർച്ചയോട് തന്നെ വലിയ രീതിയിലുള്ള മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ നഗരത്തിൻ്റെ പലയിടത്തും, അതിനൊപ്പം തന്നെ മറ്റ് മലയോര മേഖലകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള മഴയാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഉള്ളത് അട്ടക്കുളങ്ങര ഭാഗത്താണ്. ഇവിടെ ഇന്നലെ ഈ മഴ പെയ്ത സാഹചര്യത്തിൽ ചെറിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല, പക്ഷേ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നിലവിൽ നഗരത്തിൽ അട്ടക്കുളങ്ങരയിൽ ഇവിടെ മാത്രമാണ് വെള്ളം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മറ്റെല്ലാ സ്ഥലത്തും വെള്ളം നിയന്ത്രണ വിധേയമാണ്. ഈ വെള്ളക്കെട്ടുകളൊക്കെ തന്നെയും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയും നേരത്തെ തന്നെ അതാത് വകുപ്പുകൾ നേരത്തെ തന്നെ ക്രമീകരിച്ചതാണ്. ഇത്തരത്തിൽ ഇന്ന് ഇപ്പോൾ അട്ടക്കുളങ്ങര മാത്രമാണ് ഇപ്പോൾ ഈ കനത്ത മഴയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രിയിൽ നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രിയോടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഈ ഓറഞ്ച് അലേർട്ട് നൽകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു മഴ അത് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ മഴ തുടരുന്നൊരു സാഹചര്യത്തിൽ രാത്രിയോടെ തന്നെ വലിയ രീതിയിൽ, നേരത്തെ പറഞ്ഞ പോലെ വലിയ രീതിയിൽ മഴ തുടരുന്നൊരു സാഹചര്യം തിരുവനന്തപുരം ജില്ലയിൽ അടക്കമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെ ഈ വെള്ളം കയറുന്നൊരു ആശങ്ക അത് ജനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനുള്ള എല്ലാ മുൻകരുതലുകളും നേരത്തെ തന്നെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ മലയോര മേഖലകളെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ജാഗ്രതാ നിർദ്ദേശവും ഇന്നലെ വന്നിരുന്നു. അത് ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഇന്നലെ നൽകിയത്. മലയോര മേഖലകളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലൊപ്പം തീരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ ഈ മഴ തുടരുന്നൊരു സാഹചര്യത്തിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വകുപ്പുകൾ നൽകുന്ന അതത് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിലുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാഹചര്യങ്ങളൊക്കെ തന്നെയും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് കൂടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിലുണ്ടായിരുന്നു. എന്തായാലും ഈ മഴ തുടരുന്നൊരു സാഹചര്യത്തിൽ പൊന്മുടി അടക്കമുള്ള മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇന്ന് 3 ജില്ലകളിലാണ് റെഡ് അലേർട്ട് നിലനിൽക്കുന്നത്. പത്തനംതിട്ട, ഒപ്പം കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് നിലനിൽക്കുന്നത്. ഒപ്പം 4 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ട് കൂടി നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് നിലവിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും മഴ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. എന്തായാലും അതിനൊപ്പം തന്നെ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ, വടക്കൻ മേഖലകളിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ശക്തമായ മഴ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പക്ഷേ എന്നിരുന്നാലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇത്തരത്തിൽ നേരിയ തോതിലുള്ള മഴ സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളക്കെട്ടിലേക്കാണ് ആളുകൾ ഇപ്പോൾ ഇറങ്ങി നടക്കുന്നത്. ഇത് ഈ മഴ പെയ്തതിനെ തുടർന്ന് രൂപപ്പെട്ട ഒരു വെള്ളക്കെട്ടാണ്. ഇപ്പോൾ മഴ കുറച്ചെങ്കിലും മാറി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വെള്ളം ഇറങ്ങുന്നുണ്ടോ, പ്രത്യേകിച്ച് ഈ നഗരപ്രദേശങ്ങളിലൊക്കെ?
തീർച്ചയായും കാവ്യ, ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം അത് കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോടെ പെയ്തിറങ്ങിയ മഴയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ നഗരത്തിലടക്കം വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്നിരുന്നാലും നമ്മൾ വന്ന സമയത്തുള്ള വെള്ളക്കെട്ടിൽ നിന്ന് അല്പമെങ്കിലും ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നഗരത്തിന്റെ മറ്റ് പ്രദേശങ്ങൾ തമ്പാനൂർ, പേട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ പുലർച്ചെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് ഈ ഒരു സമയത്തേക്ക് വെള്ളം മൊത്തമായും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാലും ഇത് അല്പസമയത്തിനകം തന്നെ ഈ വെള്ളവും ഇറങ്ങിപ്പോകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ, അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും മുൻകാലങ്ങളിലൊക്കെ തന്നെയും ഈ വെള്ളക്കെട്ടുകൾ വലിയ രീതിയിൽ തിരുവനന്തപുരം നഗരത്തിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി ആ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്ന തരത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ നഗരസഭയും ഒപ്പം സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളും നടത്തിയിരുന്നു.